മച്ചവൻ നമ്മൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഒരു ആന നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കിണറ്റിൽ വന്ന് ചാടി എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്നിട്ട് പോകുന്ന കേട്ടോ. അതേ സമയം ഇപ്പോൾ 3 മണി. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. വാ. അപ്പോൾ ആന ചാടി പറഞ്ഞ് കുറേ ആൾക്കാർ വന്നെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്, അതുപോലെ 4 സ്റ്റാർ വണ്ടിയുണ്ട്. നമുക്ക് നേരെ ചെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആൾ ചാടിയങ്ങനെ കിണർ കേട്ടോ. ഇവിടുത്തെ ചുറ്റുമുള്ള 7 കുടുംബങ്ങൾ വെള്ളമെടുക്കുന്ന ഒരു കിണറായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് എല്ലാവർക്കും പണി കിട്ടി നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ അമ്മീ, ആൾ എങ്ങനെയും കടന്നു പോകാനുള്ള പണിയൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും വീണപ്പോൾ വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആൾ നല്ല ആക്റ്റീവാണ്. ആൾ എല്ലാം 4 സൈഡും കുത്തിപ്പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നടപടിയാവില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്ന് പുള്ളി കുത്തുണ്ട്. ആളെ കണ്ടിട്ട് ഏകദേശം ഒരു 10 വയസ്സുള്ളൊരു കുട്ടിക്കൊമ്പനാണ് കേട്ടോ. 10 വയസ്സുള്ള കുട്ടിക്കൊമ്പനല്ല, അത്യാവശ്യം മെച്ചോർഡായി 10 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ നെക്സ്റ്റ് പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേരിടൽ ചടങ്ങാണ്. ഇത് കൂലാഞ്ഞി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്ന് ചാടിയതുകൊണ്ട് നാട്ടുകാരെല്ലാവരും ഇപ്പോൾ ഇവനെ കൂലാഞ്ഞി കൊമ്പൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നേരം പതുക്കെ വെളുത്തു തുടങ്ങി, ആളുകളുടെ എണ്ണം പതുക്കെ കൂടി തുടങ്ങി കേട്ടോ. അപ്പോഴും ഫോറസ്റ്റുകാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു വണ്ടി രാത്രി വന്ന ആ ഒരു വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരും വലിയ ആക്റ്റീവായിട്ടൊന്നും നമ്മളിവിടെ കണ്ടില്ല. ആന കുത്തി ക്ഷീണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ചവിട്ടി പൊളിക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആനയ്ക്ക് അറിയില്ല ഇപ്പുറത്തേക്ക് ഇങ്ങനെയാണ് എന്നുള്ളത്. എനിവേ പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂലാഞ്ഞിക്കൊമ്പൻ അടിയിൽ കൊമ്പ് കുത്തി നിന്നിട്ടാണ്, ഒരു സൈഡിൽ കൊമ്പ് കുത്തി നിന്നിട്ടാണ് ഈ അഭ്യാസ പ്രകടനമൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വന്നപ്പോൾ പറഞ്ഞു ആന വീണപ്പോൾ വേറെ പരിക്കുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൾ പോവാനുള്ള ട്രൈ ചെയ്ത് അവൻ്റെ തലയിലെ തോലൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ കാലിൽ ഈ ചവിട്ടി ബാക്കിലെ കാലിലൊരു വിരലിൻ്റെ എന്താ പറയുക നഖം ഓരം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ പരിക്കുകൾ ഇപ്പോൾ തന്നെ ആൾക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആളുകൾ അറിഞ്ഞറിഞ്ഞ് വന്നു തുടങ്ങി. അതുപോലെ ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. അതുപോലെ കയറൊക്കെ കെട്ടി തിരിച്ചു ആൾക്കാർ പെട്ടെന്ന് താഴേക്കൊന്നും പോകാത്ത രീതിയിൽ. എൻ്റെ മോൻ ആന കാണിക്കണമൊക്കെ അവൻ അടിയിൽ കുത്തി പൊളിച്ചോണ്ടിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ശ്വാസം മുട്ടില്ലായിരിക്കും. ഈ കിണറിൻ്റെ ഈ സൈഡിൽ കുറച്ച് ആഴമുള്ള സൈഡുണ്ട്. അപ്പുറത്താണ് ആ പാറ ഉണ്ടത്. ആദ്യം ആന നിന്ന സ്ഥലത്ത് ഒത്തിരി താഴ്ചയില്ല. പക്ഷേ ഈ സൈഡിൽ നല്ല താഴ്ചയുണ്ട്. അതുകൊണ്ട് ആനയുടെ അത്രയും പൊക്കത്തിന് വെള്ളമുണ്ട്. കൊമ്പൻ രക്ഷപ്പെടാനുള്ള എല്ലാ പരിപാടികളും നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിനെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും സെറ്റാവില്ല. ഒന്നെങ്കിൽ JCB തന്നെ, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവരെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ നോക്കിയിട്ട് തീരുമാനിക്കേണ്ട അവരെങ്ങനെയാണ്. അതുവരെ കൊമ്പൻ ഇവിടെ തന്നെ അടങ്ങണം. ഇന്നലെ 2 മണി 2:30 ആയപ്പോൾ വീണതാണ്. ഇത് അതിന് ശേഷം ഫുഡോ കാര്യങ്ങളോ വേറെ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അതിൻ്റെ വിശപ്പും കാര്യങ്ങളും വേറെ ഉണ്ടാവും. ഇവൻ ഈ കൊമ്പിൽ എണീറ്റ് നിന്ന് അവസാനം കൊമ്പ് പൊട്ടിക്കാനുള്ള ചാൻസുകളും കൂടുതലാണ്. കാരണം ഇത്രയും വെയിറ്റ് ആ കൊമ്പിലേക്ക് വരുമല്ലേ. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും ഫോറസ്റ്റുകാർക്കൊന്നും ഒരു കൂസലുമില്ല കേട്ടോ. അവനെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഓ ഒടിഞ്ഞോ?
കൊമ്പ് പിടിക്കുന്നു മോനെ. ഇല്ലേ, ഓ 2 കൊമ്പും ഉണ്ട്. പക്ഷെ ഇച്ചിരി നീട്ടം കുറഞ്ഞുണ്ടോ എന്ന് സംശയമില്ലാതില്ല കേട്ടോ റൈറ്റിൽ കൊമ്പിന്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ആളിപ്പുറ സൈഡ് ഫുള്ള് ഇടിച്ചിട്ടു. അവിടെ കുറച്ച് കല്ല് കെട്ടിയതായിരുന്നു. അവിടെ ഓൾറെഡി അവിടെ സ്റ്റെപ്പായിരുന്നു. അപ്പോൾ അതിന് സ്റ്റെപ്പ് മൂടിക്കളയാൻ വേണ്ടിയിട്ട് കല്ല് കെട്ടിയതായിരുന്നു. അപ്പോൾ അവനത് ഓരോ കല്ല് എടുത്തെടുത്ത് കളഞ്ഞപ്പോൾ ഒരു ഗ്യാപ്പായിട്ട് അവിടെ കയറി പോകാൻ പാകത്തിനായിട്ടില്ല. അതിന് മുകളിലേക്ക് പുള്ളി പൊളിക്കണം. ആളപ്പോൾ അവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി അവിടെ സേഫായിട്ട് കയറി നിൽക്കുകയാണ്. സേഫായിട്ട് കയറി നിൽക്കണമെന്നല്ല, ആൾ പോകാനുള്ള വഴി തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റ് കൊമ്പന് കയറി നിൽക്കാനുള്ളൊരു ഗ്യാപ്പാണ് അവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പുള്ളി കൂട്ടിയെടുക്കാനൊന്നും പറ്റുന്നില്ല. കൊമ്പൻ ഇത്ര ഇടിച്ച് പൊളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരൊക്കെ വന്നിട്ട് പതുക്കെ ആൾക്കാരൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മളോട് മാറാൻ പറയുന്നുണ്ട്. പിന്നെ മീഡിയ ആയതുകൊണ്ട് ഇവിടെ നിന്നോളാനുള്ള ഒരു അനുമതി കിട്ടി. ബാക്കി നാട്ടുകാരെയൊക്കെ ഇപ്പോൾ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാട്ടാനും കാട്ടുപോത്തും കാട്ടുപോത്തും ട്രെൻഡ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ കൊമ്പനോറം ചാടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് സ്പ്രെഡായിട്ടുണ്ട്. എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇനിയും പോലീസുകാരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ജനക്കൂട്ടം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരെയും ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഇപ്പോൾ നിലവിൽ പോലീസുകാരാണ് ഇവിടുത്തെ ചാർജ് ഏറ്റെടുത്താണ്. അതായത് ജനക്കൂട്ടത്തെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഫോറസ്റ്റുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങളെയൊക്കെ കുറച്ച് മുകളിലേക്ക് കയറ്റി നിർത്തി കൺട്രോൾ ചെയ്തു. അതുപോലെ വടമൊക്കെ വലിച്ച് കെട്ടുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊമ്പൻ ഇവിടെ സ്റ്റിൽ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊമ്പൻ പിന്നെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇതേ മുകളിലത്തെ കല്ലൊക്കെ ഇടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. എല്ലാവരും പറയണത് ഏത് നിമിഷവും പുറത്തേക്ക് വരുമെന്നാണ്. പക്ഷെ നമുക്ക് കണ്ടറിയാം ഇത് ഇങ്ങനെ കയറി വരാൻ പറ്റും. കുരങ്ങനൊന്നുമല്ലല്ലോ കൈ പിടിച്ച് കയറി വരാൻ. എന്തായാലും JCB കൊണ്ടുവന്ന് ഒന്ന് ചെരിച്ച് വെട്ടി കൊടുത്താലാണ് പുള്ളി കയറി വരുള്ളൂ എന്നുള്ള ഉറപ്പാണ്. പിന്നെ ജനങ്ങളെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരിപ്പോൾ കയറി വരുമെന്നും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അവൻ്റെ തലയിലേക്കാണ് അടിയാ. അപ്പോൾ ആൾ പിന്നെ ആക്റ്റീവായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ്. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഇവിടുന്ന് മാറ്റി. കുറച്ച് ഫോറസ്റ്റുകാരും പോലീസുകാരും പിന്നെ നമ്മൾ കുറച്ച് മീഡിയാസും മാത്രമാണ് ഈ ഒരു ലൊക്കേഷനിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം അവൻ്റെ തലയിലേക്ക് തന്നെ വലിച്ചിരുന്നത്. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. കുറച്ച് നേരം ഒന്ന് അടങ്ങിക്കിടന്നു കഴിഞ്ഞാൽ സ്വസ്ഥ സമാധാനമായിട്ട് അവർ വല്ല വഴിയും വെട്ടി കയറ്റി വിടും. പക്ഷേ ആരായാലും പെടക്കല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ പുള്ളിയും പെട്ടു. പുള്ളി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി കല്ലൊക്കെ എടുത്ത് ഏറിയെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും പുറത്തേക്കൊന്നും വന്നില്ല. പിന്നെയും പുള്ളി അവിടെ തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്.
നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കുടിവെള്ള സ്രോതസ്സായിരുന്നു. അപ്പോൾ ഇതിന് മേളിൽ ഫുള്ള് നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആളും ഈ ആനയുടെ കൂടെ വേറൊരു ആന കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ചക്കയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അപ്പുറത്തെ ആളുകൾ ഓടിക്കുകയും ഓടി വന്ന് ആ കാണുന്ന നമ്മൾ മേളിൽ കാണുന്ന സ്ഥലത്ത് തെന്നി താഴത്തേക്ക് വീഴുകയാണ് ചെയ്തത്. നെറ്റോട് കൂടിയാണ് ആൾ താഴെ പോയത്. അപ്പോൾ ആ നെറ്റൊക്കെ ഇട്ടിട്ടാണ് പുള്ളി ഇപ്പോൾ അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആന ചാടി കൊടുത്ത ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷേധമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുക. ആനനെ കാണാൻ വന്ന എല്ലാവർക്കും എല്ലാവരും പയറാണോ? എന്തായാലും ആനനെ കാണാൻ വന്ന എല്ലാവർക്കും കഞ്ഞി കുടിച്ചിട്ട് വയറൊരു ഞടിലായിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ നോക്കി ഞാൻ എന്തായാലും നോക്കാം ആന കയറിയില്ലോ നോക്കിയിട്ട് വരാം. 144 പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങളെല്ലാവരും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകേണ്ടതാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് ചർച്ച ചെയ്ത് തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. ആനേനെ മയക്കുകൂടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകും, ക്രെയിൻ വന്ന് ക്രെയിനിൽ കൊണ്ടുപോകും, എലിഫൻ്റ് ആംബുലൻസൊക്കെ വന്ന് മേളിൽ കിടപ്പുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ ആളുകളെ എല്ലാവരെയും മാറ്റാൻ വേണ്ടിയിട്ട് 144 പ്രഖ്യാപിച്ചു. അതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ ഈ തീരുമാനം എടുക്കുമ്പോൾ കൂടെ ആൻ്റണി ജോൺ MLA-യും എൽദോസ് കുന്നപ്പള്ളിയും ഉണ്ടായിരുന്നു. അതുപോലെ RDO, നമ്മുടെ പ്രസിഡൻറ്റ്, മെമ്പർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരുടെയും തീരുമാനത്തിലാണ്, എല്ലാവരും ആഭിമുഖ്യത്തിലാണ് മയക്കുവെടി വെച്ച് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പ് ജനങ്ങൾക്ക് കൊടുത്തതും ജനങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോയതും. പക്ഷേ ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അവരിപ്പോൾ ആനയ്ക്ക് മയക്കുവെടി വയ്ക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാതെ നേരെ വഴി വെട്ടി ആനേനെ ഓടിക്കാനുള്ള പരിപാടിയാണ്. അതായത് ഇവിടുന്ന് വനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കും ഫുൾ ജനവാസ കേന്ദ്രം സംഭവങ്ങൾ എല്ലാവരും ഉള്ളതാണ്, നാട്ടുകാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു 3 വാർഡിൽ ഒരു 144 പ്രഖ്യാപിച്ചിട്ട് ആരും പുറത്തേക്ക് ഇറങ്ങരുത്, അതുപോലെ വണ്ടികളിങ്ങനെ ചുറ്റും നടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ വാക്കിന് വിലയില്ലാത്തൊരു പരിപാടിയാണ് ഇപ്പോൾ ഇവർ കാണിച്ചിട്ടുള്ളത് ഇവിടെ. എന്തായാലും അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മേളിൽ കയറി കേട്ടോ. മേളിൽ കയറി നമുക്ക് കയറ്റിയ JCB ആയിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. JCB കിട്ടും അവിടെ നിന്ന് JCB ഓണൊക്കെ അടിച്ച് ഓടി എല്ലാവരും കൂടി ഒച്ചയെടുത്ത് ഓടിയ ആൾ വന്ന വഴിക്ക് തന്നെ പോണേ. പുറകെ നാട്ടുകാരും ക്യാമറക്കാരും എല്ലാവരും ഓടുന്നുണ്ട്. അപ്പോൾ അവരുടെ ആനേനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ എന്ത് കളിയും കളിക്കുന്നുള്ള കാര്യം നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായി. കാരണം വേറെ ഒന്നുമില്ല, ഇത്രയും പേരുടെ ആഭിമുഖ്യത്തിൽ അവരെല്ലാവരും എഴുതി ഒപ്പിട്ട് തന്ന പേപ്പർ സൈസ് നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടാണ് അവർ ഈ പരിപാടി കാണിച്ചത്. മീൻസ് മയക്കുവെടി വെച്ച് വണ്ടി കയറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിടും എന്നായിരുന്നു നമുക്ക് തന്ന ഉറപ്പ്. പക്ഷേ ആ ഉറപ്പൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ തക്കത്തിൽ ഒരു JCBക്ക് വഴിവെട്ടി ആനനെ കയറ്റി വിട്ട് ഓടിക്കുകയാണ് ചെയ്യണത്. ഈ ആന ഇപ്പോൾ ഇങ്ങോട്ട് ഓടിയ ആന നേരെ തിരിച്ച് ജനങ്ങൾ, അതായത് ക്യാമറമാൻ നിൽക്കുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഇത്രയും പോലീസുകാർ ഫോറസ്റ്റുകാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കയറിയായിരുന്നെങ്കിൽ എന്തായാലും ഒരു ക്യാഷ്വാലിറ്റി ഉറപ്പാണ്. ഇത് ഈ ചെറിയ ഇതൊന്നും അല്ലല്ലോ നമുക്ക് പിടിച്ചു നിർത്താൻ. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിർത്താനാണ്? ഇതിൽ കൂടെ ഓടാനാണ്. ഇതൊന്നും നടക്കുന്ന കാര്യം അല്ലായിരുന്നു. പക്ഷേ ഇത് വളരെ മോശം പരിപാടിയായി പോയി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും പേര് അത്രയും വാക്കും കൊടുത്തിട്ടാണ് ജനങ്ങൾ ഇവിടെ വണ്ടി ഇറങ്ങാൻ വരെ സമ്മതിച്ചത്. ഇപ്പോൾ ജനങ്ങളൊക്കെ പൊട്ടന്മാരാക്കിയേക്കണത്. എല്ലാവരും മുറ ഓടിക്കൊണ്ടിരിക്കട്ടോ. അവിടെ നടന്നു പോയി ആനയുടെ കാൽപ്പാട് കിടക്കണുണ്ടോ. കറക്റ്റ് ഒരു മഴ പെയ്തു എന്നുള്ളതാണ്. ആ മഴയത്ത് ആൾ എസ്കേപ്പായി. ആന പോയതൊക്കെ ജനവാസ മേഖലയിൽ കൂടെ തന്നെയാണ്. ഇതൊക്കെ പോട്ടെ, ഈ ഒരു ആൾ അല്ലെങ്കിൽ കുറച്ച് പേര് പണിയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ കന്നാരത്തോട്ടമൊക്കെയാണ് ഇവിടെ ഉള്ളത്, അവിടെയൊക്കെ പണിയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ 147 പ്രഖ്യാപിച്ചതും ഈ ആനനെ ഓടിക്കണ കാര്യങ്ങളും ഇതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാ നാട്ടുകാർക്ക് എന്താ അറിയാവുന്നേ, മയക്കുവെടി വെച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ആ ഒരു അറിവിലാണ് ഇവരെല്ലാവരും പണിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുക. ഇതൊക്കെ ആരും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഓടിക്കുന്നത്. ആരും ചെക്ക് ചെയ്തിട്ടില്ല. ഇവർ റൂട്ടിൽ കൂടെ നടന്ന് പറഞ്ഞല്ലാണ്ട് പറമ്പിൽ കൂടെ കാര്യമുണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ഓടിക്കുന്നത് മൊത്തം ഈ കന്നാരത്തോടത്തോടെയാണ്. എവിടെ പോകുന്നത് ആർക്കറിയാം. അപ്പോൾ ഈ സാന ഓടി
ഈ പറമ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താവും, എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടാവും, ഇതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അതൊക്കെ ഇനി നാളെ ഇതുപോലെ എന്തെങ്കിലും ന്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എവിടെയൊക്കെ കയറി ഇതിൽ കൂടെ ഇപ്പോൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതിനു മുമ്പ് ഇതുപോലെ നമ്മൾ ഒരു ആനേനെ ഇതുപോലെ ഒരു കിണറ്റിൽ നിന്ന് രക്ഷിക്കാൻ പോയിട്ട് നമ്മുടെ ഡിഒ ഒക്കെ വന്ന് കുഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ നമ്മൾ ഡിഒ കുത്തി പൊളിച്ച് പോകുന്നൊരു സംഭവം ഇതിന് മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്കുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിയാൽ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബൈ.